ഹായ്, ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പി പരിചയപ്പെടാം. ഇതിന് ക്യാരറ്റ് കിണ്ണത്തപ്പം എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഹൽവ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും കുറച്ച് ക്യാരറ്റും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 2 കപ്പ് ഉണ്ടാവും. ഇനി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇതുപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ക്യാരറ്റൊക്കെ ഇങ്ങനെ മുങ്ങിക്കെടുക്കുന്ന ഒരു ഇതിൽ, എന്നാൽ കൂടാനും പാടില്ല. ആ ഒരു തരത്തിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അടിച്ചിട്ട് നമ്മൾ ഒരു അരിപ്പയിൽ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കണം. മിക്സിയിലേക്ക് ഞാനപ്പോൾ ഒരു 1/4 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഈ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വേർതിരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്യാരറ്റ് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് കലക്കി, കട്ടയില്ലാതെ കലക്കി മിക്സാക്കി നമ്മൾ വെക്കണം. അപ്പോൾ ഞാൻ കോൺഫ്ലോറും ഇവിടെ ഇതുപോലത്തെ കട്ടയില്ലാതെ കലക്കി മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. ഈ പാനിലേക്ക് കുറച്ച് അരി ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന മട്ട അരി ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ അരി വറുത്തെടുക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയിട്ട് വറുത്തെടുത്താൽ അതിൻ്റെ മേലെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ അരി വറുത്തത് ഏതാണ്ട് പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പതുക്കെ പതുക്കെ പൊട്ടി ഇതായിട്ട് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വറുത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ. ഇനി സെയിം പാനിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്യണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാരമലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സിറപ്പും നെയ്യും കൂടി ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആവണം. അത് നന്നായി ഒന്നങ്ങ് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇതുപോലെ ഇങ്ങനെ തെറിക്കും. അപ്പോൾ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ആ കാരമൽ സിറപ്പിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക. അതിലേക്ക് എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ കാരമൽ സിറപ്പും ക്യാരറ്റ് ജ്യൂസും കൂടി ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി അങ്ങ് മിക്സ് ആക്കണം. ആ കാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു സിറപ്പും ഈ ക്യാരറ്റ് ജ്യൂസും കൂടി നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസ് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോഴാണ് അതിൻ്റെ പച്ചക്കുത്തൊന്ന് പോവുള്ളൂ. ക്യാരറ്റ് ജ്യൂസ് ചേർത്ത് 2 മിനിറ്റ് ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോറിൻ്റെ പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. ഏലക്കായപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഹലുവ ഏതാണ്ട് പാകമായി വന്നിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരി ചേർത്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളിതിൻ്റെ കൂടെ മിക്സ് ആക്കുമ്പോൾ അതൊന്ന് കുതിരും, അതിൻ്റെ ക്രിസ്പിനെസ് പോവും. പക്ഷെ എന്നാലോ നമുക്ക് ഇത് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അരി ചേർക്കാനായിട്ട് നിങ്ങൾ ആരും മടിക്കരുത്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നെയ്യും കൂടി ചേർത്ത്
മിക്സാക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടി നമ്മളിതുപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ അതേ നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ നടുക്കൽ കൂടെ ഈ കയ്യിലൊന്നിങ്ങനെ ഇതാക്കുമ്പോൾ പതുക്കെ നമ്മളിങ്ങനെ ആക്കി കഴിയുമ്പോൾ അതിന് 2 സൈഡിൽ നിന്നും വന്ന് ജോയിൻ്റ് ആവും. അതാണ് ഈ ഒരു ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്, നമ്മൾ തീ ഓഫാക്കാനായിട്ട്. അപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ വടിച്ച് ഇതാക്കി കഴിയുമ്പോൾ 2 സൈഡിൽ നിന്ന് വന്ന് ഇങ്ങനെ പതുക്കെ ജോയിൻ്റ് ആവണം. അങ്ങനെ മറ്റ് സാധാരണ ഹൽവ വരികിയെടുക്കണ പോലെ വല്ലാണ്ട് ഒന്നും വരികിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി എടുക്കാം. അപ്പോൾ നമുക്ക് കിണ്ണ വേണമെങ്കിൽ കിണ്ണ ആക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് അരി വറുത്തതും കുറച്ച് വെളുത്തുള്ളും ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഒന്ന് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ആയിക്കോളും. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടും ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ലെവൽ ചെയ്യാം. ഇത് ലെവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എള്ളും കുറച്ച് അരി വറുത്തതും ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് കീപ്പ് ചെയ്യണം. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനപ്പോൾ അതേ കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിലേക്ക് നമ്മളിത് അങ്ങ് കമത്തി ഇടുകയാണ്. ഇപ്പോൾ ദേ നമ്മുടെ ക്യാരറ്റ് കിണ്ണത്തപ്പം അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെയുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാവും. ക്യാരറ്റിൻ്റെ ആ ഒരു ഗുണങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.